മലയാള സിനിമയുടെ നാലാമത്തെ 100 കോടിയും തൂക്കി ആവേശം. ഏപ്രിൽ 11-ന് റിലീസ് ചെയ്ത ചിത്രം 12-ാം ദിവസമാണ് 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഇത് എക്കാലത്തെ അഭിമാന നേട്ടം കൂടിയാവുകയാണ്. ചിത്രം എല്ലാ ദിവസവും 3 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതാണ് അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത്. ആഗോളതലത്തിലും സിനിമ മികച്ച കളക്ഷനോടെയാണ് മുന്നേറുന്നത്. ഫഹദ് ഫാസിലിന്റെ ഇതുവരെ കാണാത്ത ഒരു മൊയ്നയുടെ പെർഫോമൻസ് ആണ് ചിത്രത്തിലേത്. മേക്കിംഗിൽ ഗംഭീരമാക്കിയ സിനിമയുടെ കാതൽ സുഷിൻ ശ്യാമിന്റെ സംഗീതമാണ്. ചിത്രത്തിലെ പാട്ടിന് തന്നെ ആരാധകർ ഏറെയാണ്. ആവേശം വീണ്ടും തിയേറ്ററിൽ കാണാൻ പോകുന്നത് സുഷിൻ ശ്യാമിന്റെ പാട്ടിന് ചുവടുവെക്കാനാണെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ അൻവർ റഷീദാണ് ആവേശത്തിന്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. വിജയ് നായകനായ ലിയോ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനു ശേഷം രജനീകാന്തിന്റെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രം തലൈവർ 171 ടൈറ്റിൽ പ്രഖ്യാപിച്ചു. കൂലി എന്നാണ് ചിത്രത്തിന്റെ പേര്. ടൈറ്റിൽ ടീസറും അണിയർ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കഥയാണ് ആക്ഷൻ ത്രില്ലർ ജേണറിൽ ഒരുങ്ങുന്ന കൂലിയുടെ പ്രമേയം. ഈ വർഷം പകുതിയോടെ ചിത്രീകരണം ആരംഭിക്കുന്ന കൂലിയിൽ തമിഴ് യുവതാരം ശിവകാർത്തികേയൻ മറ്റൊരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അനിരുദ്ധ് രവിചന്ദ്രൻ സംഗീതം നൽകുന്ന ചിത്രത്തിൽ ആക്ഷൻ കൊറിയോഗ്രാഫി ഒരുക്കുന്നത് അൻവർ മാസ്റ്റേഴ്സ് ആണ്. ഗിരീഷ് ഗംഗാധരൻ ഛായാഗ്രഹണവും ഫിലോമിൻ രാജ് എഡിറ്റിംഗും നിർവഹിക്കുന്നു. സൺ പിക്ചേഴ്സ് ബാനറിൽ കലാനിധിമാരനാണ് ചിത്രം നിർമ്മിക്കുന്നത്. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഇപ്പോൾ രജനീകാന്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചനും ചിത്രത്തിൽ അണിനിരക്കുന്നു. തലൈവർ 170 എന്ന ടാഗ് ലൈൻ നൽകിയിരിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിന് ശേഷം ലോകേഷ് ചിത്രം തുടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ.